ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഭാരതത്തിന്റെ ഈ ഓപ്പറേഷൻ പലതുകൊണ്ടും സവിശേഷമായ ഒന്നാണ്. ഒന്നാമത് അതിൻ്റെ പേരാണ്. പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ അതിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ സേനയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവങ്ങൾ, വളരെ ശുഭകരമായ വളരെ രസകരമായ ചില സംഭവങ്ങളാണ് ഇന്നുണ്ടായത്. വനിതാ ഉദ്യോഗസ്ഥർ, ഉന്നത വനിതാ ഉദ്യോഗസ്ഥർ ഒരു മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അതൊന്ന്, നമ്മുടെ സ്ത്രീകളുടെ, നിരപരാധികളായ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള വളരെ കൃത്യമായ ആ ഒരു തിരിച്ചടി ഭാരതം നൽകിയിരിക്കുകയാണ്. പ്രധാനമായും സ്ത്രീ കേന്ദ്രീകൃതം. ആ സ്ത്രീകളുടെ കണ്ണുനീരിന് വളരെ കൃത്യമായി, ആ കണ്ണുനീർ വീഴ്ത്തുന്നത് ആരായാലും കൃത്യമായ മറുപടി ഭാരതം നൽകിയിരിക്കും എന്ന സന്ദേശം. ഒപ്പം തന്നെ അവിടുത്തെ സിവിലിയൻ മേഖലയിൽ ഒരു തരത്തിലുള്ള ആക്രമണവുമില്ല. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഭാരതത്തിൻ്റെ ടാർഗറ്റ് ആയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ സംഭവവികാസങ്ങളെ കാണേണ്ടത്? ഇപ്പോൾ ശക്തമായ തിരിച്ചടി, പ്രതീകാത്മകമായ തിരിച്ചടി, മാതൃകാപരമായ തിരിച്ചടി, ധാർമ്മികതയുടെ പരിവേഷമുള്ള തിരിച്ചടി, ഇതെല്ലാം കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ഇന്ന് രാത്രിയുടെ മറവിൽ എന്ന് വേണമെങ്കിൽ പറയാം, രാവിലെ നടന്ന ആക്രമണങ്ങൾ. 9 ഇടങ്ങൾ ടാർഗറ്റ് ചെയ്യുകയും 24 ഇടങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് 9 ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സ്ത്രീകളുടെ നെറ്റിയിൽ നിന്ന് മാഞ്ഞുപോയ സിന്ദൂരത്തിന് എണ്ണി കണക്ക് ചോദിക്കുകയാണ്. ഈ 26 പേരുടെ വീടുകളിൽ ഉയർന്ന നിലവിളിക്ക് യഥാർത്ഥത്തിൽ സ്വല്പം വൈകിയെങ്കിൽ പോലും 14 ദിവസത്തിന് ശേഷം എണ്ണി മറുപടി ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം സൂചിപ്പിച്ചത് പൂർണ്ണമായി പാലിക്കുന്ന സൈന്യത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം മാത്രമല്ല, ഇവിടെ ധാർമ്മികതയെ നമുക്ക് തീർച്ചയായും ഉയർത്തിക്കാട്ടേണ്ടതുണ്ട്. ഒരൊറ്റ നിരപരാധിയുടെ രക്തവും പാകിസ്ഥാൻ്റെ മണ്ണിൽ വീണിട്ടില്ല. എന്തിന്? ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച സൈന്യത്തിൻ്റെ രക്തം പോലും വീണിട്ടില്ല. കൊടും ഭീകരന്മാരായ മസൂദ് അസറിൻ്റെ ഫാമിലിയിലെ 10 പേരെ കാലപുരിക്ക് അയക്കപ്പെട്ടു. അത് തെക്കുള്ള ഭഗവൽപൂർ മേഖലയിൽ നടന്ന ആക്രമണമാണ്. അത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഇടമാണെന്നും കൂടെ ഓർക്കണം. അപ്പോൾ അത്രയും ദൂരം കടന്നു ചെല്ലുന്ന മിസൈലുകൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ, ഇന്ത്യയുടെ എയർ സ്പേസിനുള്ളിൽ നിന്ന് റഫാൽ വിമാനങ്ങൾ വർഷിച്ച മിസൈലുകൾ 100 കിലോമീറ്റർ അകലെ ഭഗവൽപൂരിൽ നാശം വിതച്ചു. അങ്ങനെ ജയ്ഷെ മുഹമ്മദിൻ്റെ ഉന്നത നേതാവ് മസൂദ് അസറിൻ്റെ ഫാമിലിയിലെ 10 പേർ, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഉൾപ്പെടെ 10 പേരാണ് കാലയവനിക്കുള്ളിൽ മാറുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതിലും വലിയൊരു കണക്കുകളൊക്കെ പറയുന്നുണ്ട്. 10 എന്ന് പറയുന്നത് മസൂദ് അസർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. പക്ഷെ പാക് മാധ്യമങ്ങൾ പറയുന്നത് 14-ലധികം പേർ തന്നെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് എന്നാണ്. തീർച്ചയായും വലിയ നാശനഷ്ടമാണ് ഭഗവൽപൂരിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ മുറിഡ്കയിലേക്ക് വരിക. മുറിഡ്കയാണല്ലോ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുറിഡ്കയാണ്. അപ്പോൾ അവിടെയാണ് ഭീകരതയുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭഗവൽപൂരിനെ അതിൻ്റെ നഴ്സറി എന്ന് പറയാമെങ്കിൽ ആദ്യഘട്ടത്തിലെ ട്രെയിനിങ് ആണ് പലപ്പോഴും അവിടെ നടക്കുന്നത്. പിന്നീട് ലഷ്കർ കേന്ദ്രങ്ങളിൽ അത് ബോംബെ ഭീകരാക്രമണത്തിൻ്റെ പിടിയിലായ ആമിർ അജ്മൽ ഖസബ് ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്ക് വിട്ട് കിട്ടിയ തഹാവൂർ റാണ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ബോസായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഉൾപ്പെടെ ബിൻ ലാഡൻ്റെ, എന്തിന് കൊടും ഭീകരൻ ഒസാമ ബിൻ ലാഡൻ്റെ ഭൗതികമായ സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഭാരതത്തിൻ്റെ അതിർത്തിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള മുറിഡ്കയിൽ നടന്നത് നരനായിട്ട് വലിയ തോതിലാണ് അവിടെ ഭീകരരുടെ തലകൾ ചിഹ്നിച്ചിതറിയത്. ആ കറക്റ്റ് എണ്ണം ഇപ്പം വളരെ വ്യക്തമല്ല. പക്ഷേ അത് ഒരുപക്ഷെ ഇനിയും വീണ്ടും കണക്കെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇനിയും ഫൈനൽ ഘട്ടത്തിലേക്ക് വരുമ്പോൾ സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ടെറർ ഔട്ട്ഫിറ്റ്സിനെ കയറ്റുമതി ചെയ്യുന്ന ലോഞ്ചിങ് പാഡായി പ്രവർത്തിക്കുന്ന ഇടങ്ങളും തിരഞ്ഞുപിടിച്ചു. അപ്പോൾ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയാണ് ആക്രമണം നടത്തിയത് എങ്കിൽ, പഹൽഗാമിൽ ആക്രമണം നടത്തിയതെങ്കിൽ പോലും സഹോദര സംഘടനകളായ ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും എല്ലാം തന്നെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. തീവ്രവാദികളെ വിവേചിച്ച് കാണാൻ ഇന്ത്യ തയ്യാറല്ല. എല്ലാ തീവ്രവാദികളും ഒരുപോലാണ്. അവർക്കൊന്നും മുഖമില്ല. അവർക്ക് ഉള്ള മുഖം ക്രൂരതയുടെ മുഖമാണ്. അത് ഇന്ത്യ അംഗീകരിക്കില്ല.
അതുകൊണ്ടാണ് ഒരുപാട് പ്രതീകാത്മകത ഇതിനകത്തുണ്ട്. സൈന്യത്തിന് ചോര വീണിട്ടില്ല, സാധാരണ ജനത്തിന് ചോര വീണിട്ടില്ല, സിവിലിയൻ സെൻറ്റേഴ്സ് ആക്രമണ വിധേയമായിട്ടില്ല, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഈ വലിയ തോതിൽ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താമായിരുന്നു. അല്ല എങ്കിൽ പോർട്ടുകളിലോ വിദ്യുച്ഛക്തി കേന്ദ്രങ്ങളിലോ അണക്കെട്ടുകളിലോ ആക്രമണം നടത്താമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ഭീകരന്മാരുടെ ഇടങ്ങളിൽ, ഒളിയിടങ്ങളിൽ, സങ്കേതങ്ങളിൽ, താവളങ്ങളിൽ ഇരച്ചു കയറി ഇന്ത്യൻ മിസൈലുകൾ നാശം വിതച്ചു എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന വളരെ വലിയ പൂരത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് തന്നെയാണ്. ഇനിയും പാകിസ്ഥാൻ തുടരാനാണ്, തീവ്രവാദവുമായി ആ കട തുറന്നു വെക്കാനാണ് ഭാവമെങ്കിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സിന്ദൂർ 1 ആണ്. ഇനി സിന്ദൂർ 2.0 സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ പാകിസ്ഥാൻ ഉടനടി ഭീകരതയിൽ നിന്നും മാറി നിൽക്കണം. സൈന്യത്തിന് മുഖം രക്ഷിക്കാൻ ഇപ്പോഴും അവസരമുണ്ട്. അതിലൊക്കെ അങ്ങനെ മാറി നിൽക്കുമോ എന്ന് കണ്ടറിയണം. കാരണം 21 ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് എന്നതാണ് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം. ഇപ്പോൾ 9 എണ്ണം. അത് പക്ഷേ അങ്ങേയറ്റം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ 9 കേന്ദ്രങ്ങളാണ് തച്ച് തകർത്തിരിക്കുന്നത്.